നെവിൻ കളിക്കുന്നത് തേർഡ് റൈറ്റ് ഗെയിമാണ്. അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ നാറും എന്ന് പറഞ്ഞിരിക്കുകയാണ് ആദിലെ നൂറയും കൂടി. എന്താണ് സംഭവം? ലൈവിനകത്ത് ഷാനവാസും നെവിനും കൂടെ ഭയങ്കരമായ ഒരു അടി പൊട്ടി. പക്ഷെ ശരിക്കും അതിനകത്ത് ആദില പറഞ്ഞ സാധനമാണ് നെവിന് പൊട്ടിയത്. ഞാൻ എന്ത് വൃത്തികെട്ട ചീപ്പ് ഗെയിമാണ്, എന്നെ നാറ്റിക്കാൻ അവർക്ക് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഞാൻ ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന തേർഡ് റൈറ്റ് ഗെയിം? എനിക്കത് അറിയണം. ബിഗ് ബോസ് ഈ പറയുന്ന പ്രോപ്പർട്ടികൾ ഷാനവാസ് പൊട്ടിച്ചു, എന്നെ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായ ഒരു അടി ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പൊ പൊട്ടി. ജിഷിൻ ക്യാപ്റ്റനായ തൊട്ടടുത്ത നിമിഷമാണ് കിച്ചണിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. എന്താണ് സംഭവം? 2 മണി മുതൽ 3 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോ വേറൊന്നുമല്ല, ഇപ്പൊ കിച്ചൺ ടീമിലുള്ള ആരൊക്കെയാണ്? അനുണ്ട്, നെവിനുണ്ട്, അഭിലാഷ്, സാബുമൻ. അപ്പൊ നെവിൻ ഉച്ചയ്ക്ക് ഫുഡ് എന്തോ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയില, ഒരു 1-2 ഇലയെ വരത്തുള്ളൂ. ഈ 1-2 ഇല എന്ത് ചെയ്യും? ഇതിനകത്ത് ഇങ്ങനെ താഴ്ന്ന് റാക്കിയത് ഇങ്ങനെ എടുത്ത് അനു കാണും. എന്തിനാ എടുത്തത്? അത് ഞാൻ മല്ലിയില എടുത്തത്. എന്തിനെ? അതെനിക്ക് മല്ലിയില ഇഷ്ടമുണ്ട്, ഞാൻ എടുത്ത് എന്നിങ്ങനെ നെവിൻ പറഞ്ഞു. അപ്പൊ ഷാനവാസ് ഇത് കണ്ടുകൊണ്ട് വരികയാണ്. ഷാനവാസ് ബെസൽ ടീമിലുള്ളതാണല്ലോ. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഷാനവാസും അനു കൂടെ ഇതെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നെവിൻ എന്ത് ചെയ്യുന്നു? കാര്യമാക്കാതെ ഈ മല്ലിയില എടുത്തുകൊണ്ട് പോയി നേരെ ടേബിളിൻ്റെ അവിടെ പോയി ഇരിക്കുന്നു. കഴിക്കാനായിട്ട് തുടങ്ങുന്നതും ഷാനവാസ് വന്നത് ഇങ്ങനെ എടുക്കുന്നതും കൈ തട്ടി എന്ത് ചെയ്യുന്നു? ഗ്ലാസ് താഴെ വീണ്, കപ്പ് താഴെ വീണ് അങ്ങ് ഉടയുകയാണ്. നെവിന്റെ കപ്പ് താഴെ വീണ് ഉടയുന്നു. എന്നിട്ട് ഇത് എടുത്തുകൊണ്ട് ഷാനവാസ് അങ്ങോട്ട് പോകണം. അപ്പൊ അനു വിളിച്ച് പറയുന്നുണ്ട്, ഇക്കാ ഇത് ശരിയല്ല, അത് എടുത്തത് ശരി, എടുത്തോണ്ട് വരുന്ന ഭക്ഷണമാണ്, എടുത്തോണ്ട് വരുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഉടനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നെവിൻ എന്റെ ഭക്ഷണം എടുത്തോണ്ട് പോയി. പ്രോപ്പർട്ടി, ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി പൊട്ടിച്ചു. ബിഗ് ബോസ് ചോദിക്ക് ബിഗ് ബോസ്, എടാ വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും കൂടെ അങ്ങോട്ട് കിടന്ന് നമ്മളെ പ്രൊമോയിൽ കണ്ട വഴക്കില്ലേ? വേറെ കാര്യമൊന്നുമില്ല. ഇത് തന്നെ കാര്യം. നിസ്സാരം ഒരു മല്ലിയിലയുടെ പേര് കിടന്ന് വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇങ്ങനെ വാടാ നെവിൻ, താൻ ഇങ്ങോട്ട് മാറി നിൽക്കണോ അങ്ങോട്ട്? താൻ ആരാന്നാണോ തൻ്റെ വിചാരം? താൻ ഇങ്ങോട്ട് വാടോ, നീ പോടോ എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരുടെ യമണ്ട വഴക്കാണ്. ജിഷൻ അതിൻ്റെ നടുക്ക് നിൽക്കുന്നുണ്ട്, അക്ബർ നിൽക്കുന്നുണ്ട്. ഒരു വിധത്തിൽ 2 പേരുടെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് നൂറ അപ്പൊ വീണ്ടും ഈ പറയുന്ന നെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, താനത് മനഃപൂർവ്വം പൊട്ടിച്ചാണ്, മനഃപൂർവ്വം താൻ ഉടച്ചതാണ്. അപ്പൊ നൂറ പറഞ്ഞ, വേണ്ട നെവിനെ, നീ കള്ളം പറയണ്ട, മനഃപൂർവ്വം പൊട്ടിച്ചതല്ല, അത് വന്ന് പിടിച്ചെടുത്തപ്പോൾ വീണതാണ്, കയറി തട്ടിയിട്ട് വീണതാണ്. അപ്പൊ നെവിൻ, നിങ്ങൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, കാരണം നിങ്ങളെ പെങ്ങളുട്ടി കാട് കളിക്കുകയല്ലേ, അപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, എനിക്കറിയാം. അപ്പൊ ആദിലെ നൂറയും കൂടി കയറി, എടാ നിന്നെ പോലെ തരം താന്ന തേർഡ് റൈറ്റ് ഗെയിം കളിക്കേണ്ട കാര്യം നമുക്കില്ലടാ. എന്ത് ഗെയിം? പറയ് എന്ത് ഞാനിവിടെ ചെയ്യുന്നു? അപ്പൊ അതിലെ പറഞ്ഞാ നീ നാറും. അപ്പൊ നെവിൻ, പറയടി എന്താണ് ഞാനിവിടെ ചെയ്യുന്നത്? എനിക്ക് പറയണി, എന്ത് വൃത്തികെട്ട ഗെയിമാണ്, എന്ത് കാർഡാണ് ഞാൻ കളിക്കുന്നത്? അപ്പൊ ഷാനവാസിന്റെ അടുത്തുള്ള വിഷയം കളയുന്നേ. ഇപ്പൊ ഇത്രവരെ ഇങ്ങനെ ഷാനവാസിനോട് കൊമ്പ് ഓർത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആദില വന്നപ്പോ പറയടി എനിക്ക് പറയണം. എന്താണ്? നീ പോടാ നിന്റെ കാര്യം നോക്കി. അങ്ങനെ അക്ബറെ നേരെ വിളിച്ചോണ്ട് പോയി നെവിനെ കൊണ്ടൊരിടത്ത് ഇരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. നെവിൻ പിന്നെ അറിയാമല്ലോ, ആദിലയുടെ നൂറയുടെ മണ്ടയ്ക്കാണ് എന്ത് ഗെയിമാണ് ഞാൻ ഇവിടെ കളിക്കുന്നത് എനിക്ക് ഇപ്പം എനിക്കറിയണം. അപ്പൊ ഷാനവാസിനെതിരെ വീട്ടുകാർ എല്ലാം പറയുന്നു, എന്തിനാണ് നിസാര 2 മല്ലിയില എടുത്തതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്? അപ്പം ജിഷൻ പോയി ചോദിക്കുകയാണ്, എന്തിനാണ് അനു ചെറിയൊരു മല്ലിയിലേയും തക്കാളിയിലേയും പേരിൽ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കല്ലേ എന്ന്. അപ്പൊ എന്റെ പൊന്നു ചേട്ടാ, ഞാനിത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അഭിലാഷ്, ഇങ്ങനെ ചെറിയ സാധനമാണ് അവസാനം വലിയ സാധനമായിട്ട് മാറുന്നത്. ഇത് ഷാനവാസ് കിടന്ന് ഒരറ്റത്തൂടെ അലയ്ക്കുന്നു. ജിഷിൻ പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ട് ജിഷിൻ അവരുടെ ഭാഗത്താവുന്നു. ആരുടെ? ഷാനവാസിന്റെ ഭാഗത്താവുന്നു. അവന് പുച്ഛമാണ് നമ്മളോട്, അവന് എപ്പോഴും ഇങ്ങനെയാണ് കാണിക്കുന്നത്. നീ അവിടെ ഇരുന്ന് നിയമം പറഞ്ഞപ്പോൾ പോലും പുച്ഛമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഗ്യാങ്. ഇവര് പഴയതുപോലെ പുള്ളി ഗ്യാങ് എല്ലാം കൂടെ ഒരുമിക്കുന്നു. ബിന്നി ഓടി വരും, ചാടി വരും. ബിന്നി വന്ന് ചാടി അക്ബറിന്റെ ഗ്യാങ്ങിനകത്ത്. ക്യാപ്റ്റൻ ചോദിക്കട്ടെ, ഇവൻ ആരാ ചോദിക്കാൻ? ഇവരാരാ? ഇവൻ നെവിൻ്റെ ഇത് പ്രോപ്പർട്ടി പൊട്ടിച്ചു എന്ന് പറഞ്ഞ ആകെ വിഷയമാണ് വീടിനകത്ത് നടക്കുന്നത്. ഇപ്പോഴും അതിന്റെ ഗ്യാങ് കൂടി ഒരിടത്ത് സംസാരം, മറ്റൊരിടത്ത് സംസാരം. അനുവിൻ്റെ അടുത്ത് വലിയ കലിപ്പില്ല നെവിന് കലിപ്പ് മെയിനായിട്ട് ആദില പറഞ്ഞത്, എനിക്കറിയണം ഞാൻ എന്താണ് ചെയ്യുന്നത്. വീക്കെൻഡ് വരുമ്പോൾ എനിക്കറിയണം, ലാലേട്ടാ ബിഗ് ബോസ് ഏതാ പ്രോപ്പർട്ടി പൊട്ടിച്ചു, ഇവനെ ഇവിടെ നിന്ന് പ്രോപ്പർട്ടി, എനിക്ക് എൻ്റെ ചായ കപ്പ് കിട്ടാന്ന് ഞാൻ കുടിക്കത്തില്ല എന്നും പറഞ്ഞ് വഴക്കാണ് അവിടെ നടക്കുന്നത്. നിസാരം ഒരു മല്ലിയില ഉണ്ടാക്കിയ വഴക്കാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.